സകലത്തിന്റെയും സൃഷ്ടാപിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 8. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ന്യായാധിപന്മാർ 4-ഉം 5-ഉം അധ്യായങ്ങൾ. ന്യായാധിപന്മാർ 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഏഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോശയത്തിൽ പാർത്തിരുന്ന സീസേരെ ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ജനിക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബേഥേലിനും മധ്യയുള്ള ദെബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ കാദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടി വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ, ഞാൻ നിന്നോട് കൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടെ കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബൂലൂനെയും നഫ്താലിയും കേദേശിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോറയും കൂടെ കയറി ചെന്നു. എന്നാൽ കേന്യനായ ഹേബേർ മോശയുടെ അളിയൻ ഹോബാമിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള ചാനനീമിലെ കരിവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അബിനോബാവിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പ് രഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോശയത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോറ ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹരോസെത്ത് വരെ ഓടിച്ച് സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലാൽ വീണു. ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സീസര കാൽനടയായ കേന്യനായ ഹേബേരിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കേന്യനായ ഹേബേരിന്റെ ഗൃഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനം ആയിരുന്നു. യായേൽ സീസരയെ എതിരേറ്റ് ചെന്ന് അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പരപതാനി കൊണ്ട് മൂടി. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. നീ കൂടാരവാതിൽക്കൽ നിൽക്കാം, വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നാൽ ഹേബേന്റെ ഭാര്യ യായേൽ കൂടാരത്തിന്റെ ഒരു കുറ്റി എടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ച് പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഠനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ബാരാക്ക് സീസരയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് അവനോട്, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസേര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യനായ യാബീനെ നിർമ്മൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു. ന്യായാധിപന്മാർ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അന്ന് ദെബോറായും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവിൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സേയിരിൽ നിന്ന് പുറപ്പെടുകയും ഏദോമി ദേശത്തുകൂടി നീ നടകൊള്ളുകയും
ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോറയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രായേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ, യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പരമധാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാണലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിലെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു. ഉണരുക, ഉണരുക, ദെബോറയെ ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക ബാരാക്കെ, അഭിനോവാമാത്മജ, നീ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൻ വേരുള്ളവരും, ബെന്യാമിനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഖീരിൽ നിന്ന് അധിപന്മാരും, സെബൂലൂരിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു. ഈസാക്കാർ പ്രഭുക്കന്മാർ ദെബോറയോടുകൂടെ, ഈസാക്കാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടിപ്പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ന്. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. താൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത് എന്ന്. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്ന തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പൊരുതി. താനാക്കൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാനെ ഭൂപന്മാർ അന്ന് പൊരുതി. വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായില്ല. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസേരുമായി സ്വഗതികളിൽ പൊരുതി. കീസോൻ തോട്, പുരാതന നദിയാം കീസോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഖണ്ഡനം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവാ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേനിനാം ഹേബേരിൻ ഭാര്യയാം യായേലോ നാരീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാര നിവാസിനി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി. തന്റെ വലം കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി. സീസേരെ തല്ലി അവന്റെ തല തകർത്ത് അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു കിടന്നു. കുനിഞ്ഞെടുത്ത് തന്നെ അവൻ ചത്തുകിടന്നു. സീസേരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തോടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നത് എന്ത്? രഥചക്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോട് മറുപടി ആവർത്തിച്ചു. കിട്ടിയ കൊള്ള അവർ പങ്കിടുകയല്ലയോ? ഓരോ പുരുഷന് 1ഉം 2ഉം പെണ്ണുങ്ങൾ. സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്ര സയ്യലായ കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഈ 2 കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെ ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോട് ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. ഭോഷൻ ഭോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട്ടും പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങൾ ദോഷമുള്ളവ. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും
എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു. ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എന്റെ വാക്ക് കേൾപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എന്റെ വചനം ശ്രദ്ധിപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയുമില്ല. സ്വൈരമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പിൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രമൊരിഞ്ഞ് നഗ്നന്മാരാകുവിൻ. അരയിൽ രട്ട് കെട്ടുവിൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും. ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയത്വവും ആയിരിക്കും. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരം അശേഷം നിലപരിചാകുകയും ചെയ്യും. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊൻമോതിരം കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിളിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തിയാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്?
ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.